ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തൃക്കൊടിത്താനം ആരമല സ്വദേശി ബിജി ബാബുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. അപകട സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. അഖിൽ കെ ചേരുന്നു. അഖിൽ, അവിടെ എന്താണ് ഉണ്ടായത്? റോഷൻ, ഇന്നലെ രാത്രിയിലാണ് ശക്തമായ കാറ്റിലും മഴയിലും ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെയൊക്കെ ശക്തമായ മാറ്റുണ്ടായിരുന്നു. ഇത് ഇവിടെ പുരയിടത്തിൽ തന്നെയുള്ള ഒരു തേക്കാണ് വീഴുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു മാവിന്റെ കൊമ്പൊടിഞ്ഞും വീണു എന്നുള്ളതാണ്. വീടിന്റെ മേൽക്കൂരയ്ക്കൊക്കെ തന്നെ ഒരു സൈഡിലെ ഷീറ്റിനൊക്കെ തന്നെ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിനുള്ളിൽ ഈ രാത്രി സമയമായതു ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും അപകടം പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പലയിടത്തും ഇത്തരത്തിൽ ഈ മതിലിടിഞ്ഞു വീഴുന്നതും മരങ്ങൾ കടപുഴകുന്നതുമായിട്ടുള്ള അപകടങ്ങൾ നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് മഴ പെയ്ത് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പുരയിടത്തിൽ തന്നെയുള്ള വലിയൊരു തേക്ക് മരം തന്നെയാണ് വീണിരിക്കുന്നത്. തേക്ക് മരത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഈ വീടിന് മുകളിലേക്ക് വീണതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. കുറച്ചുകൂടി മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഈ പ്രധാനമായും ഈ നാശനഷ്ടം അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചത് ഈ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ ഭാഗത്താണ് എന്നുള്ളതാണ്. ആ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഭാഗം അത് പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. റോഷൻ, ശരി, അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.